എന്നെ തിരയുന്ന ഞാൻ. വളരെ നിശബ്ദതയാണ്. ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് തോന്നുന്നു. ഒരു ശ്മശാന മൂകത. മുമ്പിൽ കട്ടിലിൽ കിടക്കുന്നു. ഏതോ സമയത്ത് പകുതി വായിച്ചിട്ടിരിക്കുന്ന ഒരു പുസ്തകം. ഈ ലോകം എന്താണ്? ഒന്നും മനസ്സിലാകുന്നില്ല. ചുറ്റും പ്രകാശമുണ്ട്. പക്ഷേ ആ പ്രകാശം എനിക്ക് കാണാൻ പറ്റുന്നില്ല. വർഷം കുറേയായി. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെറിയ തോതിൽ സേവനവും അനുഷ്ഠിക്കുന്നു. പക്ഷെ എന്താണ് പ്രയോജനം? ഇപ്പോൾ എനിക്ക് ആരോടും പരാതിയില്ല, ഒന്നിനോടും പരാതിയില്ല. എന്നാൽ ചിലയിടങ്ങളിൽ ക്രോധം എന്നിൽ ആധിപത്യം ഉറപ്പിക്കുന്നു. ഞാൻ ആരാണ്? ഞാൻ ആരാണ്? ആരാണ് ഞാൻ? സ്വന്തം താല്പര്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന ആർക്കും മറ്റുള്ളവരെ കേൾക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. അപ്പോ ഞാൻ മറ്റുള്ളവരെ കേൾക്കാത്തവളോ മനസ്സിലാക്കാത്തവളോ? അറിയില്ല. എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു അതാണ് ഞാൻ. സ്നേഹം. ശരിക്കും ഞാൻ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല. എന്നിൽ ചുറ്റിത്തിരിയുന്ന ആളുകളെ സ്നേഹിക്കണമെന്ന് എനിക്കും തോന്നുന്നില്ല. എൻ്റെ ലോകത്തിൽ ഞാൻ ആരെയും പ്രതീക്ഷിക്കുന്നതുമില്ല. അവിടെ ഞാനും എൻ്റെ കുറേ ആശയങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും. അങ്ങനെ പോകുന്നു എൻ്റെ കുറേ കാര്യങ്ങൾ. വെറുതെ ഇരുന്നാൽ അറിയാതെ കണ്ണിൽ തട്ടിമറിയുന്ന അനേക മുഖങ്ങൾ. ഒന്നും ഉറപ്പിക്കാൻ കഴിയുന്നില്ല. അവരിലൊക്കെ ഞാൻ തിരകിക്കൊണ്ടിരുന്നു എന്നെ അറിയുന്നവർ ഉണ്ടോ എന്ന്. പക്ഷേ ആരും എനിക്ക് മറുപടി തന്നില്ല. തരാൻ അവർ ആഗ്രഹിക്കുന്നു. എന്നെ അറിയുമ്പോൾ, അല്ല, അറിയാൻ തുടങ്ങുമ്പോൾ. അങ്ങനെ പറയുന്നതാകാം കുറെ കൂടി നല്ലത്. അവർ അകന്നു പോകുന്നു. എന്നിലുള്ള കാന്തിക ശക്തി കുറയുന്നതാണോ കാരണം? വിശാലമായ ലോകത്ത് വിഷാദഭരിതമായി നിൽക്കുവാൻ ഇഷ്ടമാണ്. സന്തോഷത്തിനേക്കാൾ സന്താപമാണ് ഞാൻ കുറെ കൂടി ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈശ്വരനിൽ കുറെ കൂടി അടുക്കാൻ സാധിക്കുമല്ലോ. ഒരു മനുഷ്യൻ ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടാണോ വരുന്നത്? ഞാനും ഈ ലോകത്തിലേക്ക് അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് എന്താണ് അനുഭവപ്പെട്ടത്? അന്നേ ഞാൻ എന്തെങ്കിലും മനസ്സിൽ തിരികെ കയറ്റിക്കൊണ്ടാണോ വന്നത്? എൻ്റെ ലോകം, അവിടെ ഞാൻ മാത്രം മതിയോ? എന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആളുകൾ, അവരാണ് എൻ്റെ അടുത്ത സ്വന്തം. ലോകം വിശാലമായി കൊണ്ടിരിക്കുന്നു, ഈ ലോകത്തിലെ ആളുകൾ. പക്ഷേ വിശാലമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ മറ്റാരും അറിയേണ്ട. എന്നെ അറിയേണ്ടത് ഞാൻ മതി. എന്നിൽ ആത്മാവറിഞ്ഞാൽ മതി. എന്നിട്ടും ഞാൻ ഇതുവരെ എന്നെ മനസ്സിലാക്കാതെ പോയത്?